പ്രതിസന്ധിയിൽപ്പെട്ട് വലയുന്ന KSRTCക്ക് പുതുജീവൻ പകർന്നെങ്കിലും ചെയർമാൻ മാനേജിംഗ് ഡയറക്ടർ പദവികളിൽ നിന്ന് പാതി വഴിക്ക് ഇറങ്ങിപ്പോകേണ്ടി വന്ന ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ADGP ശ്രീ ടോമിൻ ജെ തച്ചങ്കരിയാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. സ്വാഗതം ശ്രീ ടോമിൻ ജെ തച്ചങ്കരി. KSRTCയെ മെച്ചപ്പെടുത്താൻ വേണ്ടി കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ നേരിട്ട് താങ്കളെ ചെയർമാൻ മാനേജിംഗ് ഡയറക്ടർ പദവിയിൽ നിയമിക്കുകയായിരുന്നു. പക്ഷേ ആ ലക്ഷ്യം പൂർത്തീകരിക്കും മുമ്പേ താങ്കൾക്ക് കഴിഞ്ഞ ദിവസം അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നു. എന്തായിരിക്കും കാരണം? ലക്ഷ്യം പൂർണ്ണമായും പൂർത്തീകരിച്ചില്ലെങ്കിലും അതിലൊരു ടേൺ അറൗണ്ട് ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞു. അതെ, കാരണം എല്ലാവരും പറഞ്ഞിരുന്നത് ഒരു കാലത്തും ഈ KSRTC രക്ഷപ്പെടില്ല. അപ്പോൾ എന്നും ഗവൺമെൻറ് സഹായത്തോടെയോ അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് കടമെടുത്ത് ഇത് ഓടും. പക്ഷേ ഈ ജനുവരിയിൽ കഴിഞ്ഞ മാസം, ഈ വർഷത്തിൻ്റെ ആദ്യത്തെ മാസം തന്നെ ഒരു ഗവൺമെൻറ്റിൻ്റെ സഹായമില്ലാതെയോ ഒരു ബാങ്ക് ലോണും ഇല്ലാതെയോ മുഴുവൻ ശമ്പളവും കൊടുത്തു. അതിൻ്റെ അതിൻ്റെ തലേ മാസത്തെയും കുടിശ്ശികകൾ കൊടുത്തു. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം 12 കോടി വീതം 24 കോടി രൂപയുടെ NRI, PF അതുപോലെ LIC മുതലായവയും കൊടുത്തു. അപ്പോൾ അതിൻ്റെ അർത്ഥം KSRTCക്ക് സ്വന്തം കാലിൽ നിൽക്കാം എന്നുള്ളൊരു സന്ദേശം ആ മാസം നൽകാൻ കഴിഞ്ഞു. അപ്പോൾ സ്വന്തം വരുമാനത്തിൽ നിന്ന് ശമ്പളം കൊടുക്കാൻ കഴിഞ്ഞു ഒരു മാസമെങ്കിൽ അതിന് പല കാരണങ്ങൾക്കാണ്. അതേ കാരണങ്ങൾ അടുത്ത മാസങ്ങളിൽ ലഭിക്കാവുന്നതേ ഉള്ളൂ. അപ്പം അതിനൊരു ഡയറക്ഷൻ നൽകിയ ശേഷമാണ് ഞാൻ പിൻവലിക്കപ്പെട്ടത്. എനിക്കറിയാവുന്നത് ഒരു പ്രത്യേക ദൗത്യത്തിനായിട്ടാണ് എന്നെ നിയോഗിച്ചത്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ആ ദൗത്യം ഗവൺമെൻറ്റിൻ്റെ ഒരു ഭാവനയിൽ നടന്നു. അതിനടിത്തറ പാകി. ഇനി വരുന്നവർ ഇത് മുന്നോട്ട് കൊണ്ടുപോയാൽ മതി, അവർക്ക് ഇതിൻ്റെ മുകളിലേക്ക് പോകാനും കഴിയും. ഞാനൊരു പോലീസ് ഓഫീസറാണ്, പല കോർപ്പറേഷനുകളിലും ജോലി ചെയ്തിട്ടുണ്ട്. പക്ഷേ അവിടെയൊക്കെ ഒരു ടേൺ അറൗണ്ട് ചെയ്തതിന് ശേഷം ഞാൻ മാറ്റപ്പെടുകയാണ് ഉണ്ടായത്. അപ്പോൾ അങ്ങനെ മാറ്റപ്പെടുമ്പോൾ പലപ്പോഴും പലരും പലതും പറയും. വഴിത്തിരിവ് സൃഷ്ടിച്ചു എന്നുള്ളൊരു ചാരിതാർത്ഥ്യമുണ്ട്. തന്നെയുമല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ്റിൻ്റെ മേൽ യാതൊരു വിഷമവും പറയാൻ കഴിയില്ല. കാരണം എനിക്കിങ്ങനെ ഒരു അവസരം നൽകിയത് തന്നെ ഈ ഗവൺമെൻറ്റാണ്. താങ്കൾ ചോദിച്ചു വാങ്ങിച്ചതല്ല. അപ്പോൾ ഗവൺമെൻറ്റിനെ സെലക്ട് ചെയ്തു. കാരണം പലരും ട്രൈ ചെയ്തു, ഇതിൽ ടേൺ അറൗണ്ട് ആക്കാൻ പറ്റുന്നില്ല, നിങ്ങൾ പോയാൽ നടക്കും എന്നവർ കരുതി എന്നെ അയച്ചു. അതിലൊരു മാറ്റം വരുത്തുവാൻ കഴിഞ്ഞു. പിന്നീട് എൻ്റെ മാതൃ യൂണിറ്റിലേക്ക് മാറ്റുകയാണ്. ഞാൻ റിക്രൂട്ട് ചെയ്യപ്പെട്ടതും പരിശീലനം നൽകിയിട്ടുള്ളതും നിയോഗിക്കപ്പെട്ടതും പോലീസ് ഡ്യൂട്ടിക്കാണ്. അപ്പോൾ താൽക്കാലികമായി മാറ്റി നിർത്തപ്പെടാം, പക്ഷേ സ്ഥിരമായി മാറ്റി നിർത്തപ്പെട്ടാൽ അത് ശരിയുമല്ല, എൻ്റെ ഒരു കരിയർ ഗ്രോത്തിന് ശരിയല്ല. അപ്പോൾ ഇക്കാരണങ്ങളാൽ തന്നെ ഈ മാറ്റപ്പെടലിൽ ടോമിൻ തച്ചങ്കരി എന്ന് പറയുന്ന വ്യക്തിക്കോ ഓഫീസർക്കോ യാതൊരു രീതിയിലുള്ള പരിക്കും ഏറ്റിട്ടില്ലെന്ന് മാത്രമല്ല, നന്മ മാത്രമേ ഉണ്ടായുള്ളെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ താങ്കൾ ഈ അടിത്തറ പാകുന്ന ഒരു ദൗത്യം പൂർത്തിയാക്കിയെങ്കിലും താങ്കൾ ഇറങ്ങിയിട്ട് അധിക ദിവസം പോലും ആയിട്ട്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇറങ്ങിയതേ ഉള്ളൂ. പക്ഷേ ആ അടിത്തറ ആകെ കുത്തിയിളക്കുന്ന തീരുമാനങ്ങളാണല്ലോ ഇപ്പോൾ പിന്നാലെ വന്നുകൊണ്ടിരിക്കുന്നത്. അടുത്ത ആൾ ചാർജ് എടുത്തിട്ടില്ല, അടുത്ത ദിവസങ്ങളിൽ ചാർജ് എടുക്കും. അതിനുശേഷം അദ്ദേഹം ഇത് കറക്റ്റ് ചെയ്യണം. കാരണം നമുക്കറിയാവുന്നതുപോലെ കേരളത്തിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമാണ്. പെൻഷൻകാരെ കൂടെ കൂട്ടി ഏതാണ്ട് 1 ലക്ഷത്തിൽ അടുത്ത് ആളുകളോട് ജോലി ചെയ്യുന്നു. അപ്പോൾ അവിടെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ലീഡർഷിപ്പ് ഇല്ലെങ്കിൽ എപ്പോഴും ബുദ്ധിമുട്ടുണ്ടാകും. അതാണ് ഇവിടെ ഇപ്പോൾ കാണുന്നത്. അത് അടുത്തയാൾ വന്നു കഴിയുമ്പോൾ ഇപ്പോൾ കാണുന്ന ഈ ശൂന്യത, ഞാൻ പോയതിന് ശേഷം അടുത്തയാൾ വരുന്നത് വരെയുള്ളൊരു ശൂന്യതയായിട്ടാണ് എനിക്കിതിനെ തോന്നുന്നത്. അല്ല, ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന ആൾ, താങ്കളെ പ്രത്യേകിച്ച് റീപ്ലേസ് ചെയ്യുന്ന ആൾ, ഏതാണ്ട് 4 മാസം കൂടെ അദ്ദേഹത്തിന് സർവീസ് ഉള്ളതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, അദ്ദേഹത്തിന് ചെയർമാൻ പദവിയും നൽകിയിട്ടില്ല. അന്നേരം സർക്കാർ ഒരു ലക്ഷ്യം ഇടുകയും ആ ലക്ഷ്യം താങ്കൾ കുറേ ദൂരം മുന്നോട്ട് പോവുകയും ചെയ്തിട്ട് സർക്കാർ തന്നെ പിന്നോട്ട് പോകുന്നതായിട്ടാണ് തോന്നുന്നത്. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. കാരണം സർക്കാർ ആഗ്രഹിക്കുന്നതും ഈ അടുത്ത് വരുന്നയാൾക്കും വേണ്ട ഉപദേശങ്ങളും വേണ്ട നിർദ്ദേശങ്ങളും വേണ്ട സപ്പോർട്ട് നൽകണമെന്നാണ്. അത് നൽകാൻ ഞാൻ തയ്യാറുമാണ്. ഇൻഫാക്റ്റ് അടുത്ത വരുന്നയാൾ എൻ്റെ ഒരു ജൂനിയർ ഓഫീസറും എൻ്റെ ഒരു അടുത്ത സുഹൃത്തും എൻ്റെ വലിയൊരു അഭ്യുദയകാംക്ഷയും കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് CMP ദിനേശ്, അദ്ദേഹത്തും എൻ്റെ കീഴിൽ ജോലി ചെയ്തിട്ടുള്ളതാണ്. ഞാൻ നോർത്ത് സോൺ ADGP ആയിരുന്നപ്പോഴൊക്കെ അദ്ദേഹം എൻ്റെ കൂടെ ജോലി ചെയ്തിട്ടുള്ള പാലക്കാട് SP ആയിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അദ്ദേഹത്തിന് വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും ഞാൻ ചെയ്തു കൊടുക്കും. സ്വാഭാവികമായിട്ടും അദ്ദേഹം താങ്കളുടെ ഉപദേശം തേടാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹം എത്ര നാൾ എൻ്റെ ഉപദേശം തേടുന്നു അത്ര നാൾ ഞാൻ കൊടുക്കും. ഇനി ഒരു അവസരത്തിൽ അദ്ദേഹം വേണ്ട എന്ന് വെച്ചാൽ ഞാൻ കൊടുക്കില്ല, അത് വേറെ കാര്യം. കാരണം അദ്ദേഹത്തിൻ്റെ ആവശ്യമാണ്, എനിക്ക് എൻ്റെ ആവശ്യമായിരുന്നു. എൻ്റെ മുന്നിലുള്ള MD-മാരുടെ ഞാൻ എപ്പോഴും രാജമാണിക്യത്തെ വിളിക്കുമായിരുന്നു, ഹേമചന്ദ്രൻ സാറിനെ വിളിക്കുമായിരുന്നു. അതിന് മുമ്പ് പോയിട്ടുള്ള ആൻ്റണി ചാക്കോ, അദ്ദേഹം മരിച്ചുപോയി, ജെയിംസ് ജോസഫ്, അങ്ങനെ പഴയ ആൾക്കാരോടൊക്കെ വിളിച്ച് ചോദിക്കുക. കാരണം അവരുടെ പേര് മാത്രം പറഞ്ഞില്ല. TP സെൻകുമാർ അദ്ദേഹത്തെ വിളിച്ചില്ല. പക്ഷേ അദ്ദേഹവും എൻ്റെ ഇവിടുത്തെ വരവിലും പ്രവർത്തനത്തിലും സന്തുഷ്ടി പ്രകടിപ്പിച്ചിട്ടാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്.
ഇപ്പോൾ ഈ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് ഈ KSRTCയെ പൂർണ്ണമായിട്ട് ലാഭത്തിലാക്കുക, സമയത്ത് ശമ്പളം കൊടുക്കുക, അല്ലെങ്കിൽ പെൻഷൻകാർക്ക് പെൻഷൻ കൊടുക്കുക എന്നൊക്കെയാണ് ഗവൺമെൻറ് ലക്ഷ്യം. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് മറ്റ് സംസ്ഥാനങ്ങളായിട്ട് നോക്കുമ്പോൾ എത്രമാത്രം പിന്തുണ ലഭിക്കുന്നുണ്ട്? ഇവിടെ ഇതാണ് ഏറ്റവും പ്രസക്തമായിട്ടൊരു വിഷയം. ഒരു സംസ്ഥാനത്തും KSRTC ലാഭം ഉണ്ടാക്കാനുള്ളൊരു മാർഗ്ഗമല്ല, അതായത് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ലോകമെമ്പാടും. പക്ഷേ ഇത്രയധികം നഷ്ടം ഉണ്ടാക്കുന്ന ഒരു RTC ഈ ഇന്ത്യയിൽ വേറെയില്ല. അപ്പോൾ അതിലാണ് ഗവൺമെൻറ്റിനെതിരെ. അപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ ഗവൺമെൻറ് ലാഭവും നഷ്ടമില്ലാതെ ഇങ്ങനെ ബൈ ആയിട്ട് നിൽക്കുന്ന സ്ഥലങ്ങളിൽ ഗവൺമെൻറ് സബ്സിഡി കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയുള്ളൊരു അവസരം വരാത്തതിന് കാരണം ഇവിടെ മൊത്തം ഗവൺമെൻറ്റാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഉദാഹരണത്തിന് ഒരു മാസം 85 കോടി രൂപയോളം ഇപ്പോഴും ഗവൺമെൻറ് ഈ സ്ഥാപനത്തിലേക്ക് പമ്പ് ചെയ്യുന്നുണ്ട്, കഴിഞ്ഞ മാസം വരെ. ഗവൺമെൻറ് കൊടുക്കുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. അല്ല, അത് പെൻഷൻ്റെ കാര്യം പറയുന്നത്. അപ്പോൾ പെൻഷനും ശമ്പളം കൊടുക്കാനായിട്ട് 23 കോടി രൂപയും, ഈ ശമ്പളം കൊടുക്കാനുള്ള 23 കോടി രൂപയാണ് കഴിഞ്ഞ മാസം നമ്മൾ വാങ്ങാതിരുന്നത്. പണ്ട് ചെയ്തുകൊണ്ടിരുന്നത്, അതായത് കൺസോർഷ്യം നിലവിൽ വരുന്നവരും വരെ, ഞാൻ വരുന്നിടം വരെ നിലവിൽ നിന്നിരുന്നത്, മാസാവസാനമാകുമ്പോൾ ബാങ്കുകളിൽ പോവും, പണം വലിയ പലിശയ്ക്ക് കൊടുക്കും. അപ്പോൾ അങ്ങനെ വരുമ്പം അങ്ങനെ കടം മേടിച്ചാണ് ഇതൊരു 5000 കോടിയുടെ കടബാധ്യതയിലേക്ക് വന്നത്. വലിയ കടക്കണിയായി. അപ്പോൾ ബസ് മേടിക്കലും കടം മേടിച്ച് ബസ് മേടിക്കുന്നതാണ് വേറെ പ്രശ്നം വന്നത്. അപ്പോൾ ഗവൺമെൻറ് ഒരു സ്വന്തം നടക്കാവുന്ന രീതിയിലായി കഴിയുമ്പോൾ ഇതിനെ മറ്റ് സംസ്ഥാനങ്ങളുള്ളതുപോലെ സബ്സിഡി, അതായത് വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്ന ടിക്കറ്റിൻ്റെ സബ്സിഡി, അല്ലെങ്കിൽ ഇന്ധനത്തിൽ കൊടുക്കാവുന്ന സബ്സിഡി മുതലായവകൾ ചെയ്യും. പക്ഷേ ഇപ്പോൾ അത് ചെയ്യാത്തതിന് എൻ്റെ മനസ്സിലുള്ളൊരു തോന്നൽ, ഇത് ഭയങ്കരമായി പ്രശ്നത്തിൽ കിടക്കുന്നതുകൊണ്ട് കൂടുതൽ പണം പമ്പ് ചെയ്താൽ ഇത് കൂടുതൽ വേസ്റ്റേജിലേക്ക് പോകും. അപ്പോൾ എല്ലാ ഗവൺമെൻറ്റുകളും ആഗ്രഹിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വന്തം നിലയിൽ നിൽക്കാൻ കഴിയണം, അവർക്ക് സംരക്ഷണം നൽകണം, അവർക്ക് ജോലി ചെയ്യാനുള്ളതും വളരാനുള്ളതുമായിട്ടുള്ള പ്രകടനം നല്ലത്. അല്ലാതെ ശമ്പളം കൊണ്ടുവന്ന് ഈ പറയുന്ന ഖജനാവിൽ നിന്ന് കൊടുത്തുകൊണ്ട് പൊതുസ്ഥാപനങ്ങളെ നിലനിർത്തുണ്ടാവില്ല. പിന്നെ അത് പൊതുമേഖലാ സ്ഥാപനമാകുന്നതിനെ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റായി മാറുകയാണല്ലോ. അപ്പം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് KSRTCക്ക് എനിക്ക് തോന്നുന്നു ഇന്ന് കേരളത്തിലെ ഏത് പൊതുമേഖലാ സ്ഥാപനത്തിന് കിട്ടുന്നതിനേക്കാളും വലിയ സപ്പോർട്ടാണ് കിട്ടുന്നത്. ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു എംപ്ലോയർ എന്നുള്ള നിലയിലും ഇതിൻ്റെ മറ്റു കാര്യങ്ങളിലും ഗവൺമെൻറ് വലിയ സപ്പോർട്ടാണ് കാലാകാലങ്ങളിലും എല്ലാ ഗവൺമെൻറ്റും തരുന്നത്. ഈ ഗവൺമെൻറ് ആണെങ്കിൽ ഓരോ വർഷവും 1000 കോടി രൂപയല്ലേ മാറ്റി വെച്ചിരിക്കുന്നത്. 1000 കോടി രൂപ എന്ന് പറഞ്ഞാൽ മൊത്തം എക്സ്പെൻസസിൻ്റെ വലിയൊരു തുകയാണ്. അപ്പോൾ KSRTCയെ ഗവൺമെൻറ് സഹായിക്കുന്നില്ല എന്ന് പറയുന്നതിനകത്ത് യാതൊരു അർത്ഥമില്ല. പെട്ടെന്നുള്ള ഒരു സ്ഥാനചലനത്തെക്കുറിച്ച് ചില മാധ്യമ പ്രവർത്തകർ ചോദിച്ചപ്പോൾ താങ്കൾ പറഞ്ഞത് അവിടുത്തെ യൂണിയനുകൾ ഒരു വലിയ സമ്മർദ്ദം ഇതിൻ്റെ പിന്നിലുണ്ടെന്നാണ്. അതേസമയം യൂണിയനുകൾ ആരോപിക്കുന്നതെന്ന് പറഞ്ഞാൽ താങ്കൾ KSRTCയെ സ്വകാര്യവൽക്കരിക്കാൻ നീക്കം നടത്തി 6 മാസം കൂടി ഈ കസേരയിൽ ഇരുന്നെങ്കിൽ പൂർണ്ണമായിട്ടും സ്വകാര്യവൽക്കരിച്ചതിനെന്നാണ്. അങ്ങനെ എന്തെങ്കിലും നീക്കം ഉണ്ടാകും? അപ്പോൾ എന്താണ് സ്വകാര്യവൽക്കരണം എന്നാണ് ഇതിനകത്ത് പ്രസക്തി. ഞാൻ വന്നതിന് ശേഷം KSRTCയുടെ 6400 ബസ്സുകളിൽ ഒരെണ്ണമെങ്കിലും സ്വകാര്യ വ്യക്തികൾക്ക് കൊടുത്തിട്ടുണ്ടോ? മറിച്ച് 110 ബസ്സുകൾ കൂടുതൽ ആഡ് ചെയ്തിട്ടേ ഉള്ളൂ. വണ്ടി വാടകയ്ക്കെടുത്ത് ഓടിക്കുന്നു എന്നൊക്കെ പറഞ്ഞ ആക്ഷേപമുണ്ട്. അടുത്തത് വണ്ടികൾ വാടകയ്ക്കെടുക്കുന്നതെന്ന് പറയുമ്പോൾ ഞാൻ വന്നതിന് ശേഷം 10 ഇലക്ട്രിക് ബസ് മാത്രമേ വാടകയ്ക്കെടുത്തിട്ടുള്ളൂ. എൻ്റെ മുന്നിലുള്ളവരുടെ MDമാർ 10 സ്കാനിയ ബസ്സുകൾ വാടകയ്ക്കെടുത്തിട്ടുണ്ട്. ഞാൻ വാടകയ്ക്കെടുത്ത ഇലക്ട്രിക് ബസ് തന്നെ ഗവൺമെൻറ്റിൻ്റെ ക്യാബിനറ്റ് ഡിസിഷൻ പ്രകാരമാണ് എടുത്തിട്ടുള്ളത്. തന്നെയുമല്ല, ഇലക്ട്രിക് ബസ്സുകൾ കൂടുതൽ വാടകയ്ക്കെടുക്കണമെന്ന് ഗവൺമെൻറ്റും പരസ്യമായി ഈ ബഡ്ജറ്റിൽ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 400 ബസ്സുകൾ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മാറ്റം വരുമ്പോൾ അതിനെ സ്വകാര്യവൽക്കരണം എങ്ങനെ പറയാൻ പറ്റും? KSRTCയുടെ ഏതെങ്കിലും ഒരു ബസ്സോ റൂട്ടോ ടോമിൻ തച്ചങ്കരി MD ആയിരുന്നപ്പോൾ സ്വകാര്യവൽക്കരിച്ചിട്ടില്ല, അതായത് പ്രൈവറ്റ് കൊടുത്തിട്ടില്ല. മറിച്ച് കൂടുതൽ ബസ്സുകളും കൂടുതൽ റൂട്ടുകളിലേക്ക് കടന്നു വരാനാണ് കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവർ ചോദിക്കുന്നത്, എൻ്റെ 2 ഘട്ടമായിട്ടായിരുന്നു പ്ലാൻ ചെയ്തത്. ആദ്യത്തെ ഘട്ടത്തിലാണ് ഇവിടെ ഡിസിപ്ലിൻ കൊണ്ടുവരിക, ചീഫ് ഓഫീസർ കയ്യിലെടുക്കുക, കാര്യങ്ങൾ നേരെയാക്കുക. രണ്ടാമത്തെ ഘട്ടത്തിലാണ് റൂട്ടുകളിലേക്ക് ഇറങ്ങാനിരുന്നത്. അതാണ് നമ്മൾ ഒരു ദിവസം 1 കോടി രൂപയുടെ വ്യത്യാസം എന്നുള്ള ആ ഡിക്ലറേഷൻ വന്നത്. സത്യത്തിൽ അതിലേക്ക് ഇറങ്ങുന്ന സമയത്താണ് എനിക്ക് വിഡ്രോ ചെയ്യപ്പെടാൻ വരുന്നത്. അപ്പോൾ ഗ്രാമീണ മേഖലകളിൽ ഏതാണ്ട് 1200ഓളം ബസ്സുകൾ നമ്മൾ പിൻവലിച്ചിരുന്നു. അതിന് കാരണം 1 ആളുകളുടെ ഷോർട്ടേജ്, 2 ഈ ബസ്സുകൾ അനാവശ്യമായ ആളുകളില്ലാതെ ഓടി. ഈ ഗ്രാമീണ മേഖലയെന്ന് പറയുമ്പോൾ തിരുവനന്തപുരത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളിൽ പല റൂട്ടുകളിലും സർവീസുകൾ പിൻവലിച്ച് ജനങ്ങൾക്ക് വലിയ ദുരിതം ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെയായിരുന്നു നമ്മുടെ കയ്യിൽ ഇപ്പോൾ സജ്ജമായി കിടക്കുന്ന, ഉപയോഗിക്കാതെ കിടക്കുന്ന 1200 ബസ്സുകളുമായി ചെല്ലാനിരുന്നത്. ആ സമയത്ത് ഇതുവരെ അവർക്ക് കിട്ടിയിരുന്നതിലും ഇരട്ടി സൗകര്യങ്ങൾ നൽകുവാനുള്ള പഠനങ്ങൾ നടക്കുകയും അതിലേക്കുള്ള എടുത്ത് വെപ്പിൻ്റെ സമയത്താണ് ഞാൻ മാറുന്നത്. ഇപ്പം ഞാനിവിടുന്ന് മാറുമ്പോൾ എനിക്കുള്ള ഒരേ ഒരു വിഷമം, ഞാൻ നടത്തിയ പരിഷ്കാരങ്ങൾ സാധാരണക്കാരായ ഗ്രാമീണ ജനങ്ങളിൽ യാത്രാ സൗകര്യത്തിന് അല്പം കുറവുകളുണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിശ്വസിക്കുന്നത് അവരത് ഉൾക്കൊണ്ടതിന് കാരണം ഇദ്ദേഹം കാര്യങ്ങൾ സെറ്റപ്പാക്കി വെച്ചിട്ട് വീണ്ടും ഇവിടെ വന്ന് ഇത് കറക്റ്റ് ചെയ്യുമെന്നുള്ളതായിരുന്നു. അത് കറക്റ്റ് ചെയ്യാൻ സജ്ജവുമാണ്. കാരണം 1200 ബസ്സുകൾ റെഡി. 1200 ബസ്സെന്ന് പറഞ്ഞാൽ ഏതാണ്ട് 2400
ട്രിപ്പുകൾ 2000 സ്പെല്ലായിട്ടാണ് രാവിലെയും വൈകിട്ടുമായിട്ട് ഓടുമ്പോൾ. ആ 2400 ട്രിപ്പുകൾ നോക്കിയാണ്ട് 10,000 ട്രിപ്പുകൾ നമുക്ക് കൂടുതലോടാമായിരുന്നു. പക്ഷേ അത് ചെയ്യാനുള്ള അവസരം കിട്ടി. അത് ചെയ്യാനുള്ള അവസരം കിട്ടിയില്ല. ആ ഒരു വിഷമം മാത്രമേ ഗ്രാമീണ മേഖലയിലുണ്ടാക്കിയ അല്പസ്വല്പം വിഷമങ്ങൾ അതിൻ്റെ 10 മടങ്ങ് ശക്തിയിൽ പരിഹരിക്കപ്പെടുവാനുള്ള എൻ്റെ ആഗ്രഹം നടന്നില്ല. മറ്റൊരു ആരോപണം എന്ന് പറഞ്ഞാൽ താങ്കൾക്ക് പുറമെ പാലായിലുള്ള ഒരു കൂട്ടരും കോർപ്പറേഷനെ മോശമായിട്ട് ചിത്രീകരിച്ച് സ്ഥാപനത്തെ തകർക്കാൻ നോക്കുന്നുണ്ട്. താങ്കൾ ഏതെങ്കിലും രീതിയിൽ ഈ സ്വകാര്യ ലോബിക്കൊപ്പം നിൽക്കാൻ വന്നിട്ടുണ്ട്? സ്വകാര്യ ലോബികൾ എൻ്റെ പേരിൽ എന്നോട് വളരെ ആശങ്കയിലാണ് കണ്ടത്. കാരണം അവർക്കറിയാമായിരുന്നു ഈ അടുത്ത ട്രിപ്പ് കണ്ടിന്യൂ ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ സാധാരണ ഇപ്പോൾ 10 ബസ്സുകൾ ഓടുന്ന സ്ഥലത്ത് KSRTC പൊതുവേ ചെയ്യുന്നത് 2 ബസ്സുമായിട്ടങ്ങ് ചെല്ലും. എന്നിട്ട് ആ 2 ബസ്സും പോവും, 10 ബസ്സും കുറയും. പക്ഷെ ഞാൻ പ്ലാൻ ചെയ്തിരുന്നത് 10 ബസ് ഓടുന്ന സ്വകാര്യ ട്രിപ്പ്, ഉദാഹരണത്തിന് തെക്ക് വടക്കായിട്ടാണ് KSRTC മുഴുവൻ ഓടുന്നത്, അതായത് റെയിൽവേക്ക് പാരലായിട്ട്. കിഴക്ക് പടിഞ്ഞാറുള്ള റൂട്ടുകൾ ഓടാറേ ഇല്ല. അപ്പോൾ അങ്ങോട്ടേക്ക് അത് മുഴുവൻ ഇപ്പോൾ പ്രൈവറ്റ് ബസ്സാണ്. അവിടെ 10 ബസ് പ്രൈവറ്റ് ഓടുന്നിടത്ത് 20ഓ 25ഓ KSRTC ബസ്സുമായിട്ട് കടന്നു ചെല്ലാനായിരുന്നു പ്ലാൻ ചെയ്തത്. അങ്ങനെ ചെന്ന് കഴിയുമ്പോൾ നമുക്കവിടെ മോണോപ്പൊളി കിട്ടും, മറ്റവർ മാറപ്പെടേണ്ടി വരും. അങ്ങനെ ഓരോ സെക്ടറായിട്ട് പിടിച്ചു പോകാനായിരുന്നു ഇരുന്നത്. കാരണം KSRTCയുടെ വരുമാനം വർദ്ധിപ്പിക്കണമെങ്കിൽ ഇപ്പോൾ സ്വകാര്യ ബസ്സുകൾ ഓടുന്ന മേഖലയിൽ കടന്നു ചെല്ലണം. കാര്യം നമ്മളിവിടെ 5000 ഉള്ളൂ, അവർ 15000 ഉണ്ട്. അവർ 3 ഇരട്ടിയാണ്, 3-4 ഇരട്ടിയാണ്. അവരല്ലേ 80% അവരാണ്, നമ്മൾ 20% ഉള്ളൂ. അപ്പം മറ്റുള്ള സംസ്ഥാനങ്ങളെല്ലാം 100%മാണ് KSRTC അല്ലെങ്കിൽ RTC. അപ്പോൾ ആ മേഖലയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ സത്യത്തിൽ സ്വകാര്യ ബസ്സുകൾക്ക് നമ്മളോട് ആക്ഷേപമാണ് ഉണ്ടായത്, അവരുടെ നശിക്കപ്പെടുമെന്നുള്ളത്. അവിടെയും നമ്മളൊരു പ്രപ്പോസൽ കൊടുത്തിരുന്നു, അവരെ നമ്മൾ ഉൾക്കൊള്ളുക, അതായത് ആ ബസ്സുകൾ തിരഞ്ഞെടുക്കുക. അപ്പോൾ അവിടെ ആ ഡ്രൈവർക്ക് ജോലി കിട്ടും, അവിടുത്തെ ആൾക്കാർക്ക് ജീവിതമാർഗ്ഗം കിട്ടും. ഇത് KSRTC സ്വന്തം ബസ് മേടിക്കുന്നതിനേക്കാൾ ലാഭമാണ്. നോക്കൂ, ഇവിടുത്തെ പ്രധാന വിഷയം ഇതാണ്. ഒരു ബസ് വാങ്ങുമ്പോൾ ഒറ്റയടിക്ക് പൈസ കൊടുത്ത് വാങ്ങണോ, അത് 10 വർഷം കൊണ്ട് പൈസ കൊടുത്ത് വാങ്ങണോ? ഈ വാടക ബസ് എന്ന് പറയുന്നത് 10 വർഷം കൊണ്ട് പൈസ കൊടുക്കുന്നതിന് തുല്യമാണ്. കാര്യം ഒരു ബസ്സിൻ്റെ ലൈഫ് ഇപ്പോൾ ഇവിടുത്തെ നിയമപ്രകാരം തന്നെ 10 വർഷത്തേക്കുള്ളൂ. 5 വർഷം കഴിയുമ്പോൾ ഡീലക്സ്, സൂപ്പർ ഡീലക്സ് ഒക്കെ മാറണം. അപ്പോൾ 10 വർഷം എന്ന് പറഞ്ഞാൽ ഒരു ബസ്സിൻ്റെ ജ്യൂസ് മുഴുവൻ കുടിക്കുന്ന രീതിയിലേക്കുള്ള വാടകയാണ് കിട്ടുന്നത്. അപ്പോൾ ഇപ്പോൾ സംഭവിക്കുന്നത് ഇപ്പോൾ ഒരു ഇലക്ട്രിക് ബസ് ആണെങ്കിൽ 1.5 കോടി മുതൽ 2 കോടി രൂപ വേണം. അത് 10 വർഷത്തേക്കായി സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ഈ വാടക കൊടുക്കുന്നത്. നമ്മുടെ സ്വന്തമായിട്ട് പൈസ കൊണ്ട് നമുക്ക് നേരിട്ട് പിടിക്കാം. അപ്പോൾ ഇവിടെയുള്ളൊരു പ്രശ്നം ഇതാണ്. കേരളത്തിലെ ജനങ്ങൾക്കും കേരളത്തിലെ ഗവൺമെൻറ്റിനും നല്ലത് ബസ്സുകൾ റെൻ്റൽ ബസ്സിൽ എടുക്കുന്നതാണ്. പക്ഷേ ഇവിടെ നഷ്ടമുണ്ടാകുന്ന ഒറ്റ കൂട്ടർക്ക് മാത്രമേ ഉള്ളൂ. അവിടെയാണ് ഞാൻ പറയുന്നത് യൂണിയനുകൾക്കെന്ന്. അത് പറയാനുള്ള കാരണം എന്താണ്? യൂണിയനുകൾക്കുള്ള നഷ്ടം അവരുടെ അംഗസംഖ്യ കുറയുന്നു. കാരണം ഈ ബസ്സുകൾ വിലയ്ക്ക് മേടിക്കുകയാണെങ്കിൽ അവിടെ പൊതുമേഖലയിൽ, അതായത് ഗവൺമെൻറ് തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യും. ആ റിക്രൂട്ടുകൾ അവർക്ക് അംഗങ്ങളായി വരും. അപ്പം ഞാൻ ഇവരോടൊരു ചോദ്യം ചോദിച്ചു, KSRTCയിൽ ജോലി ചെയ്യുന്ന ഏതെങ്കിലും ജീവനക്കാരുടെ മക്കൾ KSRTCയിൽ ഡ്രൈവറോ കണ്ടക്ടറായിട്ട് വരണോ? പരസ്യമായിട്ടാണ് ചോദിച്ചത്. ഒരാൾ പോലും പറഞ്ഞ് ഞങ്ങൾക്ക് വരാൻ ആഗ്രഹമില്ല. അവരുടെ ആരുടെയും മക്കൾക്ക് അവർ KSRTC കൊണ്ടുവരാൻ ആഗ്രഹമില്ല. അപ്പോൾ ഇപ്പോഴുള്ള ജോലിക്കാർക്ക് ഒരു കുറവും വരത്തില്ല. അതായത് KSRTCയിലെ ഒരു തൊഴിലാളിയും പിരിച്ചുവിടാൻ നിയമമില്ല, അത് കഴിയത്തുമില്ല. സ്ഥിരം തൊഴിലാളി ഡെയിലി ബേസിൻ്റെ കാര്യമാണ് കോടതി പറഞ്ഞത്. അപ്പോൾ സ്ഥിരം തൊഴിലാളികൾക്ക് ജോലി പോകത്തില്ല, സ്ഥിരം തൊഴിലാളികളുടെ മക്കൾക്ക് ഇവിടെ വരികയും വേണ്ട. പിന്നെ എന്താണ് ഈ വാടക ബസ് വരണ്ടാന്ന് തീരുമാനിച്ചത്? യഥാസമയം ശമ്പളം പെൻഷനും കിട്ടില്ല എന്നുള്ളതുകൊണ്ടുകൂടെ അതല്ല. KSRTCയിലെ ജോലി, ഡ്രൈവർ കണ്ടക്ടർ ജോലി വളരെ കഠിനമാണ്. സ്ഥിരമായി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ നമുക്കത് അംഗീകരിച്ചേ പറ്റൂ. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ പോകുന്ന ജീവനക്കാർക്ക് അവരുടെ മക്കൾ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ ഇവിടുത്തെ ഈ പ്രശ്നങ്ങളും, അപ്പോൾ പല കാരണങ്ങൾ കൊണ്ട് ഇവരാരും വരാൻ ആഗ്രഹിക്കുന്നില്ല. പുതിയതായിട്ട് അവർക്ക് ആൾക്കാരെ വേണ്ട. അപ്പം വരാനിരിക്കുന്ന വേറെ ഓരോ ആൾക്കാർക്ക് വേണ്ടിയാണ് ഈ ബസ്സിനെ. അപ്പം ഇതും ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു പോയിൻ്റ്, തൊഴിലാളികളും ജീവനക്കാരുടെ ഞാൻ പോകുന്നത് വിരമിക്കുന്ന ദിവസം പറഞ്ഞൊരു സംഭവം ഇതാണ്. അവരെത്ര എതിർത്താലും ഭാവിയിലെ 2025 KSRTC ഇങ്ങനെ ആയിരിക്കില്ല പോകുന്നത്. ലോകമെമ്പാടും ഇത് മാറുകയാണ്. 2023 ശേഷം ഡീസൽ വാഹനങ്ങൾ പോലും ഉണ്ടാക്കുന്നില്ല, കമ്പനികൾ തീരുമാനിച്ചു. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ പുതിയ ആക്ട് പ്രകാരം 2023 ശേഷം ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉപയോഗിക്കാൻ കഴിയില്ല. അത് കോടതികളും പറയുന്നുണ്ട്. അപ്പോൾ ഇത് മുഴുവൻ ഒരു ഇലക്ട്രിക് ബസ് എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഒരു മിഷനാണ്, ഒരു ബസ്സല്ല. ഒരു ഫാൻ്റെ പോലെ 2 മോട്ടർ ഇതിൻ്റെ പുറകിലത്തെ ടയറേ വെച്ചിരിക്കുക. അതിനീ പറയുന്ന എഞ്ചിനില്ല, ഷാഫ്റ്റ് ഇല്ല, മറ്റുള്ള ഒരു സംഭവമില്ല. ഈ മോട്ടർ ഫാൻ കറങ്ങുന്ന പോലെ സ്പീഡ് കൂട്ടുന്നു കുറയ്ക്കുന്നു. ഇത് മിഷനാണ്. അപ്പോൾ മിഷനുകൾ ബസ്സുകളെ റീപ്ലേസ് ചെയ്യും. അപ്പോൾ ഇവിടെ വലിയ രീതിയിൽ തൊഴിൽ കുറവുണ്ടാവും. അപ്പോൾ ഇന്ന് സമൂഹത്തിൻ്റെ പല മേഖലകളിലും ഈ തൊഴിൽ കുറവുണ്ടായിക്കൊണ്ടിരിക്കുക. അതാണ് ഫ്യൂച്ചർ ഒരു ഷോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ KSRTCയിലെ വലിയ രീതിയിലുള്ള തൊഴിലാളികളുടെ ഷോർട്ടേജ് വരത്തക്ക രീതിയിലുള്ള മാറ്റങ്ങൾ വരുമെന്നുള്ളത് ക്ഷന്തവ്യമാണ്. അതിന് ഈ തൊഴിലാളികൾ തയ്യാറെടുക്കണം. അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം? ഇതിങ്ങനെ പറയുന്ന പോലെ സമരങ്ങൾ കൊണ്ടോ പ്രക്ഷോഭങ്ങൾ കൊണ്ടോ ഒന്നും പിടിച്ചെടുത്താൻ കഴിയില്ല. അല്ലെങ്കിൽ തന്നെ നിങ്ങൾ ഓർക്കും, ഇലക്ട്രിക് ബസ്സിന് ഇവർ എതിർത്തു, പക്ഷേ ഇലക്ട്രിക് ബസ് ഇവിടെ വന്നില്ലേ, കൂടുതൽ ഇലക്ട്രിക് ബസ്സുകൾ വരത്തില്ലേ? ഇലക്ട്രിക് ബസ് വേണ്ട എന്ന് ഇവർക്ക് ആർക്കെങ്കിലും പരസ്യമായിട്ട് പറയാനും പറ്റുമോ?
അപ്പോൾ അതേസമയം ഇലക്ട്രിക് ബസ്സിന് ഡ്രൈവറാകാൻ ഇവർക്ക് കഴിയണമെങ്കിൽ അതിനകത്തൊക്കെ ടെക്നോളജി ഉണ്ടാകണം, സ്കില്ലാകണം. കാരണം ഇത് ബേസിക് കമ്പ്യൂട്ടർ ബേസ്ഡ് മെഷീൻസ് ആണ്. പിന്നെ എന്തുകൊണ്ടാണ് നമ്മുടെ തൊഴിലാളികളെ മാറ്റി പുറം പാട്ടുകളെ വരണം എന്ന് ഇവരും തീരുമാനിക്കുന്നത്? നിങ്ങൾ ഓർക്കുക, നമ്മുടെ ഒരു ബസ് 1 കിലോമീറ്റർ ഓടണമെങ്കിൽ അതിൻ്റെ മെയിൻ്റനൻസ് ചാർജ് 12.5 രൂപയാണ്. ഒരു ലൈൻ ആൻഡ് ബസ്സോ മറ്റേതിനോ. അതിന് കാരണം മെക്കാനിക്കൽ സ്റ്റാഫ്, അതിൻ്റെ ചിലവുകൾ, എക്സ്പെൻസ്, ഇലക്ട്രിസിറ്റി എല്ലാം കൂടെ. ഈ ബസ് തരുന്ന കമ്പനി തന്നെ ഇത് തന്നാൽ 3 രൂപ അല്ലെങ്കിൽ 4 രൂപ ഉണ്ട് 1 കിലോമീറ്റർ അവർ അടിച്ചു തരും. അതായത് 1 കിലോമീറ്റർ ഇൻറ്റു ഡാഷ് കൊടുത്താൽ അവർക്ക് ഈ പറഞ്ഞ റേറ്റിന് അവർ നമുക്ക് വണ്ടി ഓടിച്ചു തരും. അതായത് ഈ തൊഴിലാളികളെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി മാത്രം ഇത്ര കോടി രൂപ ഗവൺമെൻറ് മുടക്കുകയാണ്. അപ്പോൾ എംപ്ലോയർ എന്നുള്ള നിലയിലുള്ള ഗവൺമെൻറ്റിൻ്റെ ഒരു താങ്കൾ ഈ പറയുന്നതിനെ ന്യായീകരിക്കാമെങ്കിലും താങ്കൾ തൊഴിലാളികൾക്ക് എതിരാണെന്നുള്ളൊരു തോന്നൽ അവരിലുണ്ടാക്കി. അല്ല, ഏത് തൊഴിലാളികൾക്കെതിരെ? ഇപ്പോൾ നമ്മൾ തമ്മിൽ സംസാരിക്കുന്ന ഈ ജോലി അങ്ങ് ഒരു സ്ഥാപനത്തിൻ്റെ ഒരു ജീവനക്കാരനാണ്. ഇത് പുറത്തുള്ളൊരു ഒരു പെയ്ഡ് ആർട്ടിസ്റ്റിനെ കൊണ്ടുവന്ന് അദ്ദേഹവും ചെയ്യും. ഒരുപക്ഷെ സെയിം സംഭവമായിരിക്കും ചെയ്യുന്നത്. ഒരുപക്ഷെ അങ്ങയുടെ ശമ്പളത്തെക്കാളും കുറവും ബെറ്ററായിട്ട് ചെയ്തൊന്നും ഇരിക്കാം, അല്ലേ? നമ്മൾ ഒരു ഉദാഹരണത്തിന് പറയാം. പക്ഷേ അതുകൊണ്ട് നമ്മൾ പറയേണ്ടത് എന്താണ്? ഈ തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ ബസ് എൻ്റെ സ്വന്തക്കാരെ കൊണ്ടോ എൻ്റെ ബന്ധുക്കാരെ കൊണ്ടല്ലോ ഓടിക്കുന്നത്. ഇതും കേരളത്തിൽ തന്നെ മറ്റൊരാൾ വന്ന് ഓടിക്കുക. അപ്പോൾ കേരള ഗവൺമെൻറ്റിൻ്റെ തൊഴിൽ ദാനം ഇവിടുത്തെ സർക്കാർ സർവീസിലുള്ള ഉദ്യോഗസ്ഥർക്ക് മാത്രം നിജപ്പെടുത്തണോ, അതോ കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കുമായി നിജപ്പെടുത്തണോ? KSRTCയിലെ നിലവിലുള്ള തൊഴിൽ സംവിധാനത്തെ പൊളിച്ചെടുക്കാനാണോ അന്നേരം താങ്കൾ ശ്രമിച്ചത്? അല്ലല്ലോ. KSRTC മറ്റു സംസ്ഥാനങ്ങളിൽ പോകുന്ന പോലെ പോകണം. അവിടെ ചെയ്യുന്നത് KSRTC എന്ന് പറഞ്ഞ അസ്തിത്വം അതിൻ്റെ മുഖ്യധാരയിൽ നിൽക്കണം. അതായത് ഇവിടുത്തെ റൂട്ടുകൾ മുഴുവനും ഇപ്പോൾ 20% ഉണ്ടെങ്കിൽ 80% അല്ല 100% റൂട്ടുകളും KSRTC കിട്ടണം. 100% റൂട്ടുകളിലും KSRTC ബസ്സുകൾ ഓടണം. അപ്പോൾ മാത്രമേ നമുക്ക് മൊത്തം കൺട്രോൾ ഉണ്ടാവൂ. അതുകൊണ്ടാണെങ്കിൽ ഇത്രയും ബസ്സുകൾ മേടിക്കാൻ ഗവൺമെൻറ്റിൻ്റെ പൈസ ഉണ്ടോ?